Hello my dear students, welcome to our new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 12th ചാപ്റ്റർ ആയിട്ടുള്ള എക്സ്പോണൻസ് ആൻഡ് പവേഴ്സിന്റെ ലാസ്റ്റ് സെക്ഷൻ ആണ്. നമ്മൾ ഇത്രയും ക്ലാസ്സുകളിലായിട്ട് എക്സ്പോണൻസ് ആൻഡ് പവേഴ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നെഗറ്റീവ് എക്സ്പോണൻസ് വരുന്ന പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ലോസ് വെച്ചിട്ട് വരുന്ന പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് പുതിയൊരു കാര്യം ഇവിടെ പഠിക്കാം. സോ ഇതുപോലത്തെ നമ്മൾ നമ്മുടെ 7th ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. സോ ഇവിടെ എന്താണ് യൂസ് ഓഫ് എക്സ്പോണൻസ് ടു എക്സ്പ്രസ് സ്മോൾ നമ്പേഴ്സ് ഇൻ എ സ്റ്റാൻഡേർഡ് ഫോം. അല്ലെ, നമ്മൾ ഈ എക്സ്പോണൻസ് യൂസ് ചെയ്യുന്നത് തന്നെ എന്തിനാണ്? നമുക്ക് വലിയ ലാർജ് നമ്പേഴ്സിനെ നമുക്ക് ഈസി ആവുന്ന രീതിക്ക് നമുക്ക് റീഡ് ചെയ്യാനും അതുപോലെ തന്നെ റൈറ്റ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? എക്സ്പോണൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം അതുപോലെ നമ്മുടെ റിയൽ ലൈഫിലൊക്കെ വരുന്ന കുറെ കാര്യങ്ങൾ, വലിയ വലിയ നമ്പേഴ്സ് വരുന്നതിനൊക്കെ നമുക്ക് എക്സ്പോണൻസ് ഫോംസിൽ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ ഫസ്റ്റ് കൊടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് ദി ഫോളോയിങ് നമ്പേഴ്സ് ഇൻ ദി സ്റ്റാൻഡേർഡ് ഫോം. നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്പേഴ്സിനെ, ഇവിടെ വലിയ നമ്പേഴ്സ് ആണ് വരുന്നത്, ഒരുപാട് സീറോസ് ഒക്കെ വരുന്ന വലിയ വലിയ നമ്പേഴ്സ് ആണ്. അപ്പൊ ഈ നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ എക്സ്പോണൻസ് ഫോംസിലോട്ട് മാറ്റി എഴുതണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ 8th നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? നെഗറ്റീവ് എക്സ്പോണന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. 7th നമ്മളെല്ലാം പോസിറ്റീവ് എക്സ്പോണൻസ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എക്സ്പോണൻസ് വരുന്നതെന്ന്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 0.00000 then 942 എന്ന വലിയൊരു നമ്പർ ആണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് മാറ്റണം, എക്സ്പോണൻസ് ആയിട്ട് എഴുതണം. അപ്പൊ നമ്മൾ ചെയ്യുക എന്താണ്? ഈ ഒരു ഡെസിമൽ പോയിന്റിനെ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഈ ഡെസിമൽ പോയിന്റ്സിനെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ എക്സ്പോണൻസ് നെഗറ്റീവ് എക്സ്പോണന്റ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ ഡെസിമൽ പോയിന്റിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ടാണ് മൂവ് ചെയ്യിക്കുന്നതെങ്കിൽ അവിടെ വരുമ്പോൾ അതെന്തായിരിക്കും? പോസിറ്റീവ് എക്സ്പോണന്റ് ആയിരിക്കും. അപ്പൊ ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി, നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെയാണെങ്കിൽ നമ്മൾ ഈ ഒരു പോയിന്റിനെയാണ് മൂവ് ചെയ്യിപ്പിക്കുക അല്ലെ. അപ്പൊ ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 12. സോ ഇവിടെ വരെ നമ്മൾ പോയിന്റിനെ മൂവ് ചെയ്യിപ്പിച്ചു. അപ്പൊ 12 പ്ലേസസിൽ മൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് 9 പോയിന്റ്, ഇപ്പൊ നമ്മുടെ പോയിന്റ് ഡെസിമൽ പോയിന്റ് ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പൊ 9.42 into 10 raised to നമ്മൾ എത്ര ടൈംസ് മൂവ് ചെയ്തു? നമ്മൾ 12 ടൈംസ് മൂവ് ചെയ്തു അല്ലെ. ഇവിടുന്ന് 1 2 3 4 5 6 7 8 9 10 11 12 ടൈംസ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യിപ്പിച്ചത്. ഈ പോയിന്റിനെ ഞാൻ റൈറ്റിലോട്ടാണ് മൂവ് ചെയ്തത്. സോ -12. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതിയിട്ടുണ്ട്. ഇത്ര വലിയ നമ്പറിനെ നമുക്ക് റീഡ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് റീഡ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മളെ സ്റ്റാൻഡേർഡ് ഫോം ആയിട്ടുള്ള എക്സ്പോണൻഷ്യൽ ഫോമിലോട്ട് മാറ്റിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് ഇവിടെ നെഗറ്റീവ് എക്സ്പോണന്റ് ആണ് വന്നിട്ടുള്ളത്, കാരണം ഞാൻ ഇവിടുന്ന് പോയിന്റിനെ റൈറ്റ്സിലോട്ടാണ് മൂവ് ചെയ്തത്. ഓക്കെ, അപ്പൊ 9.42 into 10 raised to -12 ആണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടിയത്? ആൻസർ കിട്ടിയിട്ടുള്ളത്. സോ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 602000000 അങ്ങനെ ഒരുപാട് സീറോസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെയും നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് എഴുതണം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? നമ്മുടെ പോയിന്റ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യിപ്പിക്കുന്നത് അല്ലെ. ഇവിടെ ഒന്നും പോയിന്റ്സ് ഇല്ല. അപ്പൊ നമ്മളെ ഡെസിമൽ പോയിന്റ്സ് ഇവിടെയാണെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒന്ന് മൂവ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പോണൻസിൽ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും ഉണ്ടാവുക നമ്പർ. ഓക്കെ, ഇവിടെ നമുക്ക് നെഗറ്റീവ് ആയിരുന്നു. സെക്കൻഡ് കേസ് നമുക്ക് എന്തായിരിക്കും ഉണ്ടാവുക? പോസിറ്റീവ് ആയിരിക്കും. ഞാൻ ഇവിടെ നിന്നാണ് പോയിന്റിനെ മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 and 15 അല്ലെ. ഇവിടെ വരുമ്പോ 15 വരും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 6.02 into 10 raised to 15 എന്ന് എഴുതാം. ഓക്കെ, ഞാൻ ഇവിടെയുള്ള പോയിന്റിനെയാണ് നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്ത് ഞാൻ 15 പ്ലേസസിൽ മൂവ് ചെയ്തിട്ടുണ്ട്. സോ 10 raised to 15 അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ പോയിന്റ് ഇവിടെയാണ് നിൽക്കുന്നത്. 6.02 ആണ്. ഓക്കെ, ഇനി 16.2 into 10 raised to 40 എന്ന് വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ഞാൻ അതിന് എന്ത് ചെയ്തു? സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ എഴുതിയെന്ന് ക്ലിയർ ആയല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു നമ്പർ ഉണ്ട് 0.00000 എക്സെട്ര 837 എന്ന് പറയുന്ന ഒരു വലിയ നമ്പർ ആണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ എക്സ്പോണൻഷ്യൽ ഫോമിലോട്ട്, അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് നമുക്ക് എഴുതണം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് എഴുതാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ ഈ ഡെസിമൽ പോയിന്റ് നമ്മൾ റൈറ്റ് സൈഡിലോട്ടാണ് മൂവ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 1 2 3 4 5 6 7 8 9
ഓക്കെ, ഞാൻ 9 പ്ലേസസിൽ മൂവ് ചെയ്തു. അപ്പൊ നമുക്ക് 8.37 into 10 raised to -9 എന്ന് എഴുതാം. സോ ഞാനിവിടെ 9 പ്ലേസ് റൈറ്റിലോട്ടാണ് മൂവ് ചെയ്തത്. ഓക്കെ, റൈറ്റിലോട്ട് ആകുമ്പോൾ നമ്മുടെ എക്സ്പോണൻസിൽ നെഗറ്റീവ് സൈൻ വരും, നെഗറ്റീവ് എക്സ്പോണന്റ് ആണ് വരുന്നത്. അപ്പൊ ഞാൻ മൂവ് ചെയ്തു, 9 പ്ലേസസിൽ മൂവ് ചെയ്തപ്പോൾ നമ്മുടെ പോയിന്റ് ഇവിടെയാണ്. സോ 8.37 into 10 raised to -9 is the answer. ഓക്കെ, അപ്പൊ ഈ 3 ക്വസ്റ്റ്യനും നമ്മളോട് പറഞ്ഞത് സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് റൈറ്റ് ചെയ്യാനാണ്. അപ്പൊ നമുക്ക് 3ന്റെയും ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, അതിനനുസരിച്ച് നമ്മൾ റൈറ്റിലോട്ടാണോ ലെഫ്റ്റിലോട്ടാണോ നമ്മൾ ഡെസിമൽ പോയിന്റ്സിനെ മാറ്റുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് എക്സ്പോണന്റ് ഫോംസ് കൊടുക്കാം. ഓക്കെ, അപ്പൊ റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ എക്സ്പോണന്റ് നെഗറ്റീവ് ആയിരിക്കും, ലെഫ്റ്റിലോട്ടാണെങ്കിൽ എക്സ്പോണന്റ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നോട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്രസ് ദി ഫോളോയിങ് നമ്പേഴ്സ് ഇൻ എ യൂഷ്വൽ ഫോം. അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് എക്സ്പോണൻസ് ഫോമിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് അല്ലെ. നമുക്ക് എല്ലാം 10 raised to -6, 10 raised to -8, 10 raised to 9 ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യന്റെ ആ ഒരു മോഡലിലോട്ട് നമ്മൾ ഇതിനെ മാറ്റി എഴുതണം. അതായത് നമ്മൾ നമുക്ക് റീഡ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്ന രീതിയിലോട്ട് നമുക്ക് മാറ്റി എഴുതാം. സോ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3.02 into 10 raised to -6 ആണ്. സോ 10 raised to -6. അപ്പൊ 10 raised to -6 എന്ന് പറയുമ്പോൾ അവിടെ എക്സ്പോണന്റ് നെഗറ്റീവ് എക്സ്പോണന്റ്. അപ്പൊ നെഗറ്റീവ് എക്സ്പോണന്റ് ആവുന്ന സമയത്ത് നമ്മൾ എങ്ങോട്ടാ നെഗറ്റീവ് എക്സ്പോണന്റിൽ മൂവ് ചെയ്യിക്കുന്നത്, നമ്മുടെ പോയിന്റിനെ നമ്മൾ റൈറ്റിലോട്ടാണ് മൂവ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പോയിന്റ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് അതുപോലെ പോയിന്റ് പ്ലേസ് ചെയ്യണം. സോ അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം, നമുക്കിവിടെ 0.00000, ദെൻ ഇവിടെ 302 ആണ് വരുന്നത്. ഓക്കെ, 302 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ വന്നു, ഇങ്ങനെ വന്നിട്ടുണ്ട്. സോ അപ്പൊ ഇത് നിങ്ങൾക്ക് തന്നെ ഒന്ന് ചെയ്ത് നോക്കാം, നമുക്ക് ഈ ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. എങ്ങനെയാണ്, നമ്മൾ ഇവിടുത്തെ പോയിന്റിനെ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ 1 2 3 4 5 6. യെസ്, അപ്പൊ നമുക്ക് 3.02 into 10 raised to -6 എന്ന് ആൻസർ കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം. തിരിച്ചങ്ങോട്ടേക്കും എന്ത് ചെയ്യാ, ആ ഒരു ക്വസ്റ്റ്യനിലോട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, 3 into 10 raised to -8 ആണ് അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് ഡെസിമൽ പോയിന്റ്സ് ഒന്നുമില്ല, ജസ്റ്റ് 3 ആണ് ഒരു നമ്പർ മാത്രമാണ് ഉള്ളത്, 3 എന്ന് പറയുന്ന നമ്പർ മാത്രം. ബട്ട് ഇവിടെ -8 ആയതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി, നമ്മൾ എങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കണം, നമുക്ക് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് നമുക്ക് എങ്ങോട്ടാ വാല്യൂസ് ഉണ്ടാവുന്നത്, നമ്മുടെ റൈറ്റ് സൈഡിലോട്ടാണ് വാല്യൂസ് ഉണ്ടാവുക. അപ്പോഴേ നമുക്ക് അവിടെ നെഗറ്റീവ് വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. സോ ഇപ്പൊ ഇവിടെ നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഡെസിമൽ പോയിന്റ് വന്നത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്യുവാണെങ്കിൽ 1 2 3 4 5 6 7 8 അല്ലെ. അപ്പൊ നമുക്ക് 3 into ഇവിടെയാണ് പോയിന്റ് വരുന്നതെങ്കിൽ നമുക്ക് 3 into 10 raised to -8 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ എന്ത് ചെയ്തു, നമ്മുടെ ലാർജർ നമ്പർ ഫോമിലോട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. Then ഇനി നെക്സ്റ്റ് വൺ എന്താണ്, 1.0001 into 10 raised to 9. സോ ഇവിടെ നമുക്ക് 10 raised to 9 എന്നാണ്. അപ്പൊ അവിടെ പോസിറ്റീവ് എക്സ്പോണന്റിലാണ് ഇരിക്കുന്നത്, 10 raised to 9 ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, ഇവിടെ പോയിന്റ്സിനെ മൂവ് ചെയ്തിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ടല്ലേ വരാ, റൈറ്റ് സൈഡിലോട്ടല്ലല്ലോ, നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ടാണ് വരുന്നത്. സോ അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ മാറ്റി എഴുതാം, അതായത് 1 0 0 0 1 then 0 0. സോ ഇപ്പൊ നോക്കിക്കേ, നമുക്കിവിടെ 1.000 into 10 raised to 9 ആണ്. അപ്പൊ നമ്മുടെ ഡെസിമൽ പോയിന്റ്സ് നമ്മൾ റൈറ്റിലോട്ടല്ല ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടുന്ന് 1 2 3 4 5 6 7 8 9. ഓക്കെ, അപ്പൊ ഇവിടെ വരും 1 point. സോ ഇവിടെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ 1 2 3 4 5 6 7 8 9. അപ്പൊ 1.0001 into 10 raised to 9 എന്ന് വരും.
ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്തത്. റൈറ്റിലോട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ -9 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ -9 അല്ല +9 ആണ്. അതുകൊണ്ട് നമുക്ക് 10001000 ആൻസർ കിട്ടും. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന എക്സ്പോണൻഷ്യൽ ഫോമിലായിരുന്നു നമ്മുടെ നമ്പർ ഉണ്ടായിരുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്തു, ലാർജർ ഫോമിലോട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് express the number appearing in the following statements in standard form. So ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തു. ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് എഴുതണം. അതായത് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോം എങ്ങനെയാണ്, എക്സ്പോണൻഷ്യൽ ഫോമിലോട്ട് മാറ്റി എഴുതണം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ ഈസ്, യെസ്, ഇത് നമ്മുടെ ഫിസിക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെ, അല്ലെങ്കിൽ നമുക്ക് കെമിസ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയാം. ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. സോ ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് 0.0000000 അങ്ങനെ ലാസ്റ്റ് ഒരു 16 കൂളോ. ഇത് നമ്മുടെ ചാർജിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. കൂളോ എന്ന് പറയുന്ന ചാർജിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ അത് കൂളോ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്ര വലിയ നമ്പറിനെ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി ഹയർ ക്ലാസ്സസിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രോണിന്റെ ചാർജ് പഠിക്കാനുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ പറ്റുമോ, ഈ 00 എത്ര സീറോസ് ഉണ്ട് കൗണ്ട് ചെയ്തിട്ടൊക്കെ എഴുതണം. അപ്പൊ അതിനെന്ത് ചെയ്യണം, നമുക്ക് സിമ്പിൾ ഫോമിലോട്ട് മാറ്റാനായിട്ട് നമ്മുടെ എക്സ്പോണൻസ് യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, ഇതിനെ മാറ്റി എഴുതണം അല്ലെ. അപ്പൊ നമ്മൾ മാറ്റി എഴുതുമ്പോൾ ഇവിടുന്ന് കൗണ്ട് ചെയ്യുമ്പോൾ എത്ര വരുന്നുണ്ട്, 1 2 3 4 5 6 7 8 9 10 11 12 13 40 50 60 70 80 90. അപ്പൊ നമ്മള് ഇങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട് 19 പ്ലേസസിലാണ് മൂവ്മെന്റ്സ് കൊടുത്തത്. അപ്പൊ റൈറ്റ് സൈഡിലോട്ട് ആകുമ്പോൾ നമുക്കറിയാം എന്ത് വരും, നമ്മുടെ എക്സ്പോണൻസിൽ നെഗറ്റീവ് സൈൻ വരും. നമ്മൾ 19 പ്ലേസസ് മൂവ് ചെയ്തിട്ടുണ്ട് അല്ലെ പോയിന്റിനെ. അപ്പൊ 19 അവരെ -19 ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ പോയിന്റ് എവിടെയാ വരാ, 1.6. നമ്മൾ ഇവിടെ വരെയാണ് മൂവ് ചെയ്തത് അല്ലെ, 19 പ്ലേസ് എന്ന് പറയുമ്പോൾ ഇവിടെ എത്തും. അപ്പൊ 1.6 × 10⁻⁻19 കൂളോം. ഇതാണ് നമ്മുടെ ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത്. സോ ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും വലിയൊരു നമ്പറിനെയാണ് നമ്മൾ സിമ്പിൾ ഫോമിലോട്ട് മാറ്റി എഴുതിയത്. 1.6 × 10⁻⁻19 കൂളോം. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ. നമ്മൾ വലിയ ലാർജ് നമ്പേഴ്സ്, നമുക്ക് വായിക്കാൻ ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്ന നമ്പേഴ്സിനെ നമുക്ക് എക്സ്പോണൻസ് ഫോമിലോട്ട് എഴുതി കഴിഞ്ഞാൽ അതെന്താവും, സിമ്പിൾ ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, size of plant cell is 0.000 then 1275 m. ഓക്കെ, മീറ്റർ ആണ് വരുന്നത്. സൈസ് ഓഫ് പ്ലാന്റ് സെല്ലിന്റെ സൈസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതും കുറച്ച് വലിയ നമ്പർ ആണ് അല്ലെ. അപ്പൊ ഈ വലിയ നമ്പറിനെ നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് മാറ്റി എഴുതണം. അപ്പൊ നമുക്ക് ഇതാ ഇവിടെയാണ് നമ്മുടെ ഡെസിമൽ പോയിന്റ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാം അല്ലെ. അപ്പൊ നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്ന റൈറ്റ് സൈഡിലോട്ടാണ്. സോ 1 2 3 4 5 ഞാൻ 5 പ്ലേസസ് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 1.275 × 10⁻⁻5 എന്നാണ് കിട്ടുക. ഓക്കെ, ഞാൻ ഇവിടുന്ന് 1 2 3 4 5 പ്ലേസസ് ആണ് മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 1.275 × 10⁻⁻5 മീറ്റേഴ്സ് കിട്ടും. സോ ദിസ് ഈസ് അവർ പ്ലാന്റ് സെൽ സൈസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത്ര വലിയ നമ്പറിനെ നമ്മൾ സിമ്പിൾ ഫോമിലോട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഇപ്പൊ ഞാൻ 1 2 3 4 5 6 പ്ലേസസ് ആണ് മൂവ് ചെയ്തെങ്കിൽ എനിക്ക് 12.75 × 10⁻⁻6 എന്നും എഴുതാം. ഓക്കെ, അതെങ്ങനെ വേണമെങ്കിലും എഴുതാൻ വേണ്ടി പറ്റും. അതിനനുസരിച്ച് നമ്മൾ ആ ചേഞ്ചസ് കൊടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ 127.5 × 10⁻7 എന്നും എഴുതാം. ഓക്കെ, അപ്പൊ അങ്ങനെ പല ടൈപ്പിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, thickness of a thick paper is 0.07 mm. അതായത് ഒരു പേപ്പറിന്റെ തിക്നെസ് ആണ് കൊടുത്തത്, ദാറ്റ് ഇസ് 0.07 mm. അതായത് 0.07 mm എന്ന് പറയുന്നത് മില്ലിമീറ്റർ. അത്രയും തിക്നെസ്സേ ഉള്ളൂ കേട്ടോ പേപ്പറിന്. അപ്പൊ ആ പേപ്പറിന്റെ തിക്നെസ് നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് എഴുതണം. അപ്പൊ അതിനായിട്ട് നമുക്ക് 0.07 ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു പോയിന്റിനെ, നമ്മുടെ ഡെസിമൽ പോയിന്റിനെ നമ്മൾ മൂവ് ചെയ്യിക്കുവാണെങ്കിൽ ഇവിടെ 1 and 2 അല്ല 2 പ്ലേസസിലോട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മൂവ്മെന്റ് വരുന്നത്. അപ്പം ഇത് 2 പ്ലേസിലോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ 7 × നമ്മൾ മൂവ് ചെയ്തത് റൈറ്റ് സൈഡിലോട്ടാണ് അല്ലെ, 2 ടേംസ് റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്തു. അപ്പൊ അതെന്താവും, 10⁻⁻2 ആയിട്ട് മാറും. ദെൻ യൂണിറ്റ് mm, ഇത്രയും mm ആയിട്ട് മാറി. അപ്പൊ നമ്മൾ 0.07, അതൊരു സിമ്പിൾ
സിമ്പിൾ നമ്പർ തന്നെയാണ് അല്ലെ, വലിയ നമുക്ക് റീഡ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള നമ്പർ ഒന്നും അല്ല. പക്ഷെ ക്വസ്റ്റ്യനിൽ നമ്മളോട് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് എഴുതാൻ പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം, എക്സ്പോണൻസ് ആയിട്ട് തന്നെ എഴുതണം. അപ്പൊ ഇവിടെ 0.07 നമ്മൾ ഈ ഒരു പോയിന്റ് 1 and 2 രണ്ട് പ്ലേസിലാണ് മാറ്റുന്നത്. അപ്പൊ അത് 7 ആയിട്ട് മാറി. ദെൻ 7 into 10 raised to -2 രണ്ട് പ്ലേസിൽ റൈറ്റിലോട്ട് ആയതുകൊണ്ടാണ് ഇവിടെ -2 എന്ന് വന്നത്. സോ -2 mm. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ. സോ ഇതാണ് നമ്മുടെ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സിന്റെ ലാസ്റ്റ് പാർട്ടിൽ വരുന്നത്. അതായത് നമ്മൾ എക്സ്പോണൻസ് എവിടെയാ യൂസ് ചെയ്യുന്നത്, ലാർജ് നമ്പേഴ്സിനെ ഈസി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ എക്സ്പോണൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് നമ്മുടെ റിയൽ ലൈഫിൽ വരുന്ന കുറച്ച് സിറ്റുവേഷൻസ് ആയിട്ടാണ് ഇവിടെ ലാസ്റ്റ് സെഷനിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത് കുറെ വലിയ നമ്പേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു, അതിനെ നമ്മളോട് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാൻ പറഞ്ഞു. പിന്നെ അതുപോലെ സ്റ്റാൻഡേർഡ് ഫോമിൽ നിന്ന് ലാർജ് നമ്പറിലോട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് കണ്ടീഷൻ, നമ്മുടെ ഇലക്ട്രോണിന്റെ ചാർജ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള ഒരു സെഷനാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്, ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ് എക്സ്പോണൻസ് ആൻഡ് പവർ. സോ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് നെഗറ്റീവ് എക്സ്പോണൻസ് ആണ്. ഓക്കെ, നമ്മൾ 7th പോസിറ്റീവ് എക്സ്പോണൻസ് പഠിച്ചു. 8th നമ്മൾ എന്താ പഠിക്കുന്നത്, നെഗറ്റീവ് എക്സ്പോണൻസ് വെച്ചിട്ടാണ് പഠിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ലോയും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് എത്ര ലോസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, 4 ലോസ് ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും വരുന്നത് സെയിം ബേസ് വരുന്നതും അതുപോലെ സെയിം എക്സ്പോണൻസിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങളും ഈ ഒരു ചാപ്റ്ററും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.